സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. പൊടി പണ്ടായിരുന്ന പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോവും. സഭാപ്രസംഗം 12-7 വാക്യം. അപ്പോസ്തലനായ പൗലോസ് ആശ്വാസമായ ഉറപ്പ് നൽകി. 2 കൊരിന്ത്യർ 5:1 പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. നിത്യയുടെ ഇപ്പുറത്ത് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ഞെരുക്കത്തിന് കാരണമായേക്കാം. എന്നാൽ നമ്മുടെ പ്രത്യാശ നമ്മുടെ സ്വർഗീയ വാസസ്ഥലത്ത് നങ്കൂരമിട്ടിരിക്കുന്നു. അത് യേശുവിനോടൊപ്പമുള്ള നമ്മുടെ നിത്യമായ വാസത്തെ കാംക്ഷിക്കുന്നു. വാക്യം 2-4. അവനോടൊപ്പം നിത്യജീവനായിട്ട് ദൈവം നമ്മെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നുവെങ്കിലും അവൻ്റെ വാഗ്ദത്തങ്ങൾ നാം ഇപ്പോൾ അവന് വേണ്ടി ജീവിക്കുന്ന രീതിയും സ്വാധീനിക്കുന്നതാണ്. യേശുവിനെ പ്രസാദിക്കുന്നതിന് നാം ജീവിക്കുമ്പോൾ, അവൻ മടങ്ങി വരുന്നതിനോ നമ്മെ അവൻ്റെ ഭവനത്തിലേക്ക് വിളിക്കുന്നതിനോ നാം കാത്തിരിക്കുമ്പോൾ അവൻ്റെ നിരന്തരമായ സാന്നിധ്യത്തിൽ സമാധാനത്തിൽ നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ ഭൗമിക ശരീരങ്ങൾ ഉപേക്ഷിക്കുക നിത്യത്തിലേക്ക് യേശുവിനെ ചേരുന്ന നിമിഷം നമുക്കും എന്തനുഭവപ്പെടും? നമുക്ക് സമ്പർക്കാൻ മാത്രമേ കഴിയൂ. മരണത്തെ അഭിമുഖീകരിക്കുകയോ പ്രിയപ്പെട്ടവരാൾ നഷ്ടപ്പെടുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴാണ് വിഷമിക്കുകയോ ഉത്സാഹപ്പെടുത്തുകയോ ചെയ്തത്? നിശ്ചയത്തിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം നിങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു? പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, എന്നോടൊപ്പം ഭൂമിയിലും നിത്യതയിലും ഉണ്ടായിരിക്കണമെന്ന് വാഗ്ദാനം ചെയ്ത് നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇൻ ജീസസ് നെയിം. ആമേൻ.